ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നമുക്ക് മുഖത്ത് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ വെറും തക്കാളി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പകുതിൻ്റെയും പകുതി ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെയും ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ഒരു പകുതി എടുത്തതിന് ശേഷം ആദ്യത്തെ നമ്മുടെ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലോണം മുഖം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ 1/4 മുറി തക്കാളി എടുത്തിട്ട് 2 മിനിറ്റ് മുഖത്ത് നന്നായി മസാജ് ചെയ്യുക. അതായത് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്ലെൻസിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തക്കാളി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലെൻസിങ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2 മിനിറ്റ് മുഖത്ത് സർക്കുലർ മോഷനിൽ ഇതേപോലെ ഒന്ന് കംപ്ലീറ്റ് മസാജ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതങ്ങ് തുടച്ച് കളയുക. 2 മിനിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച്, അതായത് വെള്ളം കൊണ്ട് കഴുകി കളയരുത്, ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ചളയുക. ഇതാണ് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. സ്ക്രബിംഗ് നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഒരു ബൗളിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയ തരികളുള്ള ഷുഗർ ആണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ കാൽഭാഗത്ത് നമ്മൾ അരേനെ 2 കാൽഭാഗമാക്കിക്കല്ലോ, അതിൽ ഫസ്റ്റ് ഒന്നിനെ കൊണ്ട് നമ്മൾ ക്ലെൻസിങ് ചെയ്ത് ഇനി അടുത്തതിനെ കൊണ്ട് നമ്മൾ അത് ഷുഗറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ നമ്മുടെ മുഖത്ത് സ്ക്രബും കൂടിയും ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെന്താ ഈ കയ്യിൽ കാണിക്കുന്നത്, മുഖത്ത് കാണിക്കുന്നില്ലല്ലോ? ഞാൻ 2 വർഷത്തോളമായി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വന്ന് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ക്രബിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ തുടച്ച് കളയുക. ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പം തന്നെ നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടിഷ്യൂവിൽ വെള്ളം നനച്ചിട്ട് വേണം കേട്ടോ തുടച്ചെടുക്കുക. കാരണം ആ പഞ്ചസാരൻ്റെ തരികളെല്ലാം നന്നായിട്ട് പോയിട്ട് കിട്ടണം. പിന്നെ ഇതിന് ശേഷം നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീമിംഗ് ആണ്. നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി അതിന് നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാം. സ്റ്റീം ചെയ്താലാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ നമ്മുടെ നേരത്തെ അരമുറി തക്കാളി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരമുറി മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ ഒന്ന് ജ്യൂസാക്കി എടുത്താൽ മതി. അരമുറി തക്കാളി കേട്ടോ. നേരത്തെ കാൽമുറി വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് 2 സ്റ്റെപ്പ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് പോരാ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തിടാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഏകദേശം 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മതിയാവും. അപ്പോൾ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ പച്ചമഞ്ഞൾ അരച്ചത് ഉപയോഗിക്കാം. ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിയ പാക്കറ്റ് പൊടി ഉപയോഗിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാച്ചൊന്നും ചെയ്യാത്ത സാധാരണ പച്ച പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം പാലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് മിക്സാക്കി എടുക്കുക. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ടാണ് ഉള്ളതെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇനിയും കടലപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ കടലപ്പൊടീൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിത് ഏകദേശം കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫേഷ്യലിൻ്റെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും സ്റ്റീമിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ മുഖത്തേക്ക് സർക്കുലർ മോഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. നമ്മുടെ എത്രത്തോളം മുഖത്ത് മസാജ് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മുഖത്തിന് നല്ലതാണ് കേട്ടോ. നമ്മൾ വെറുതെ നമ്മുടെ മുഖം മസാജ് ചെയ്യുന്നത് തന്നെ മുഖത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അത് നമ്മുടെ സൗന്ദര്യത്തിനും നല്ലതാണ്. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് ഞാൻ ഫേസിലിടാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ കയ്യിലാണ് കാണിച്ചു തരുന്നതെങ്കിലും ഈ ഒരു സംഭവം ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് മെല്ലെ മസാജ് ചെയ്ത് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെള്ളം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖം മസാജ് ചെയ്തിട്ട് തന്നെ കഴുകിക്കളയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യലിൻ്റെ എഫക്റ്റ് മുഖത്ത് കാണാൻ വേണ്ടി പറ്റും. പെട്ടെന്നുള്ള പാർട്ടികളിൽ അതേപോലെ ഗസ്റ്റ് വരുന്ന സമയത്തെല്ലാം നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ഒരു പാക്ക് മാത്രം മുഖത്തിട്ടാലും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം വളരെ നല്ലൊരു പാക്കാണിത് കേട്ടോ. ഈ തക്കാളി ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ്. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് അധിക ഫേസ് പാക്കും അവർക്ക് അത്ര അങ്ങോട്ടേക്ക് സൂട്ടാവാറില്ല. പക്ഷേ ഈ തക്കാളി ഉപയോഗിച്ചിട്ടുള്ളത് ഓയിലി സ്കിന്നുകൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിതാ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ലൊരു ഗ്ലോ കൈമേൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആവും സ്കിന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.